പാർട്ടി ഒരുപാട് സ്ഥാനങ്ങൾ തന്നിട്ടുണ്ട്. ഇപ്പൊ പാർട്ടി സംഘടന ചുമതല മാത്രമല്ല, പരിഹാരം തന്നിട്ടുണ്ട്, പിന്നെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഇത് തന്നിട്ടുണ്ട്, ധാരാളം ഇത് തന്നിട്ടുണ്ട്. ഞാൻ അങ്ങയുടെ പല ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു സാധനം, അങ്ങ് വളർത്തിക്കൊണ്ടുവന്നതോ അങ്ങയുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ അങ്ങേ കവിഞ്ഞ് മുന്നോട്ടങ്ങ് പോയി. അങ്ങ് താഴ്ന്ന് കൊണ്ടുവന്ന SFIയിലൊക്കെ ആയിരുന്നപ്പോൾ കൊണ്ടുവന്നവർ പോലും സ്റ്റേറ്റ് കമ്മിറ്റിയിലെത്തി. പക്ഷെ താങ്കൾ മാത്രം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഇരിക്കുകയാണ്. പിന്നീട് ഒരു തവണ ജില്ലാ പഞ്ചായത്തിലെ അങ്ങേ സ്ഥാനാർത്ഥിയാക്കേണ്ട ഒരു സന്ദർഭം വന്നപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങ് പിന്മാറേണ്ടി വന്നു. പിന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അങ്ങ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ എനിക്ക് മത്സരിക്കണം എന്ന് പറഞ്ഞു എന്നാണ് അറിയുന്നത്. അപ്പൊ ഇത്തരം ഒരു വല്ലാത്തൊരു ഈ 50 കൊല്ലമായി എനിക്കൊന്നും ആകാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു അല്ലേ? എനിക്ക് അങ്ങനെ നിരാശയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞതിൽ വസ്തുതയാണ്. അതായത് ഞാൻ വളർത്തിക്കൊണ്ടുവന്നവരെ പലരും MLA ആയിട്ടുണ്ട്, സംസ്ഥാന കമ്മിറ്റി ആയിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. ഞാൻ എൻ്റെ കീഴിൽ ഞാൻ പിന്നെ പൈസ കൊടുത്ത് ഭക്ഷണവും കാര്യവും എല്ലാം മേടിച്ച് വളർത്തിക്കൊണ്ടുവന്നവരാണ് എന്ന നേതാക്കന്മാരായിട്ടുള്ളവർ. എനിക്കതിൽ ഒരു അസൂയില്ല, സന്തോഷമേ ഉള്ളൂ. കാരണം അതിലൊരു മറ്റേ കോംപ്ലക്സ് ഉണ്ടല്ലോ, പെരുന്തച്ചൻ കോംപ്ലക്സ് ഒന്നും എനിക്കതിലില്ല. ഞാനത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ എൻ്റെ കീഴിൽ ഇപ്പോൾ സുമേഷ് MLA ആണ്, 2 തവണയായി. 2ാമത്തെ തവണ ഇപ്പോൾ MLA, ഇപ്പം കഷ്ടിച്ച് ജയിച്ചിട്ടുണ്ട്. 2ാമത്തെ തവണ MLA ആണ് സുമേഷ്. SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് കോടിയേരി എന്നോട്, ഞാൻ ഏരിയ സെക്രട്ടറി, കോടിയേരി എന്നോട് അഭിപ്രായം ചോദിച്ചു. കോടിയേരി ചോദിച്ചു, ഞാൻ പറഞ്ഞത് നല്ല പയ്യനാണ്, അങ്ങനെ അവൻ സംസ്ഥാന പ്രസിഡൻ്റാവുന്നു. അവൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായത് ഞാൻ നിമിത്തമാണ്. എന്താണെന്ന് വെച്ചാൽ ജില്ലാ പഞ്ചായത്തിൽ ആ ഘട്ടത്തിൽ പഞ്ചായത്ത് മത്സരിക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് പ്രസിഡൻ്റായി എന്നെയാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് ഏകകണ്ഠമായിട്ട് തീരുമാനിച്ചത്. പക്ഷെ അന്നേരം ജില്ലാ സെക്രട്ടറി P. ജയരാജൻ അവിടെ ഒരു കുബുദ്ധി പ്രയോഗിച്ചു. ജയരാജൻ ഒരു അഭിപ്രായം പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ അന്ന് നമ്മളെ കാരായി രാജൻ എറണാകുളം ജില്ലയിൽ താമസിക്കുക കേസിൽ പെട്ടിട്ട്. അപ്പോൾ ഇതെല്ലാവരും തീരുമാനമായപ്പോൾ ജയരാജൻ ഒരു അഭിപ്രായം പറഞ്ഞു, അല്ല നമുക്ക് രാജന് ഇങ്ങനെ സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞാൽ രാജനെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയും, അത് വെച്ചിട്ട് രാജനെ ജില്ലയിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി കഴിയുന്നു. അപ്പോൾ എല്ലാവരും അന്നേരം അഭിപ്രായം ഇതിനോട് യോജിച്ചിട്ട്, പക്ഷേ അന്നേരം എല്ലാവരും ഒരു കാര്യം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, 2 പേരും സ്റ്റേറ്റ് കമ്മിറ്റിക്ക് അയച്ചു. സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനിക്കേണ്ടത് ജില്ലാ പ്രസിഡന്റ് ആരായിരിക്കണം എന്നുള്ളത്. അപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് അയച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ 2 പേരും അയക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ഞാൻ അഭിപ്രായം പറഞ്ഞു, ഒരു കാരണവശാലും എൻ്റെ പേര് അയക്കണ്ട, ഞാൻ മത്സരിക്കില്ല. കാരണം ഞാനും രാജനും വളരെ സൗഹൃദമുള്ളവരാണ്. ഈ 2 പേരും അയച്ചിട്ട് ഒരാളെ തീരുമാനിച്ചു വന്നാൽ മറ്റേ ആൾക്ക് എന്താ തോന്നുന്നു, ഞാനാണ് നിമിത്താണ് അല്ലാണ്ടായതില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ മത്സരിക്കില്ല. ഞാൻ പിന്നെ അവസാനം നോമിനേഷൻ കൊടുക്കാൻ പോകില്ല എന്ന് ഉറപ്പ് പറഞ്ഞപ്പോഴാണ് ഞാൻ തന്നെ വേറൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുള്ളത്. അതിൽ പ്രധാന കാരണം ഇതാണ്. അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. ഞാൻ അവരോട് പറഞ്ഞത്, കണ്ണൂർ ജില്ലാ പാർട്ടി എന്ന് പറഞ്ഞാൽ കരുത്തുള്ള പാർട്ടിയാണ്, ഒരാൾ നിർദ്ദേശിക്കാൻ കഴിയാത്ത പാർട്ടിയല്ല. അതുകൊണ്ട് ഒരാൾ നിർദ്ദേശിച്ചാൽ മതി, രാജ്യം പോയാൽ മതി എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. അതിൻ്റെ പേരിൽ എനിക്ക് സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൻ്റെ ആളുകൾ എന്നോട് വഴക്ക് പറഞ്ഞു, ഞങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്, അവിടെ തീരുമാനമായി നിങ്ങളുടെ പേരല്ലേ, നിങ്ങളെന്തിനാ മത്സരിക്കാതിരുന്നു പറഞ്ഞിട്ട് എന്നോട് EP ജയരാജനും ശ്രീമതി ടീച്ചറും കോടിയെല്ലാം പറഞ്ഞില്ല. എൻ്റെ പേരിൽ തീരുമാനിച്ചു. പക്ഷേ ഞാനത് ആഗ്രഹിച്ചിട്ടില്ല. മത്സരിച്ചിട്ട് സ്ഥാനം പിടിക്കാൻ ഞാൻ പറഞ്ഞില്ല. അങ്ങനെയാണ് രാജൻ അവസാനം കോടതി എന്നെ പറഞ്ഞു, ഈ കവളിപ്പിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ശക്തിയായിട്ട് വിമർശനം കോടതി കിട്ടുന്നത് പാർട്ടി ഏറ്റുവാങ്ങി ഇവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അവസാനം കോടതി അത് ശക്തി നിലപാടെടുത്തപ്പോൾ പിന്നെ അതിൽ ജില്ലാ കമ്മിറ്റി എന്ന് പറയാനുള്ളത് സുമേഷാണ്. അങ്ങനെ സുമേഷ് പ്രസിഡൻ്റായത്, മനസ്സിലായില്ല. അപ്പോൾ ഇതിലൊന്നും എന്നെക്കുറിച്ച് ഈ പാർട്ടിക്കാരിൽ എന്തെങ്കിലും അവയ്ക്കാതെ പറയുന്നുണ്ടെങ്കിൽ അതിലൊന്നും ഒരു കഴമ്പും അതിൽ ഇല്ല. ഞാൻ ഈ പറഞ്ഞ മാതിരി ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ എൻ്റെ കീഴിൽ ഞാൻ വളർത്തിയെത്ത ആളുകൾ ഉയർന്ന സ്ഥാനങ്ങളിൽ പോയിട്ടുണ്ട്. എനിക്ക് അതൊരു അസൂയ അതിലുണ്ടായില്ല. പക്ഷേ എനിക്ക് കുറേ സ്ഥാനങ്ങൾ തന്നെന്ന് പറഞ്ഞല്ലോ. എന്തൊക്കെ സ്ഥാനങ്ങൾ തന്നെന്നറിയോ? പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ടുണ്ട്. പിന്നെ ഇവിടെ പൊതുമേഖലാ ഒരു കാർഷിക ബാങ്ക് ഉണ്ടായിരുന്നു, അത് ഞാൻ EP ജില്ലാ സെക്രട്ടറിയാണ്. ആ ബാങ്കിൻ്റെ റൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ചൈനാക്കളെ പറഞ്ഞ സ്ഥാപനം ഉണ്ടായിരുന്നു, അത് ആർക്കും വേണ്ട, ഒരാൾ തൊഴിലാളികൾ ആത്മഹത്യയിലേക്ക് വന്നതാണ്. അതിന്ന് മെച്ചപ്പെട്ട സ്ഥാപനമാക്കി ഞാൻ മാറ്റി. ഞാൻ എടുക്കാൻ തയ്യാറായിട്ടില്ല, അവസാന പാർട്ടി നിർബന്ധിച്ചെടുത്തതാണ്. പക്ഷേ ഇന്ന് അതിന് ഏറ്റവും വലിയ മെച്ചപ്പെട്ട സ്ഥാപനമാക്കി മാറ്റി. ഇന്ന് കേരളത്തിലെ ലാഭം ഉണ്ടാക്കുന്ന പോലെ സ്ഥാപനം, അത് വലിയ സ്ഥാപനമാക്കിയിട്ടാണ് ഞാൻ മാറ്റി. അത് ഇന്നും അഭിമാനത്തോടെ ഞാൻ ഓർക്കുന്നൊരു കാര്യമാണ്. കാരണം അതിലൊരു ഘട്ടത്തിൽ ഒരു വലിയ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്തൊരു അനുഭവം ഉണ്ടായി. അവിടുത്തെ തൊഴിലാളികളാകെ നിരാശരായിട്ട് ആത്മഹത്യയുടെ വക്കിലാണ്, പണിയില്ല, ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് ഘട്ടത്തിൽ തന്നെ അവിടെ എത്തിയത്.
ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് പിന്നെ എല്ലാവർക്കും ജോലിയും തരും, ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയിട്ട് ഞാൻ പോകുന്നൊക്കെ പറഞ്ഞ് അതിന് കുറേ കാര്യങ്ങൾ കണ്ടു. അങ്ങനെയായിട്ടാണ് ഒരു പിന്നെ ചകരി ഫാക്ടറി അതിൻ്റെ കീഴിൽ കൊണ്ടുവന്നു. അത് ഐസക്ക് വന്നിട്ട് കണ്ട് തന്നതല്ല, 5 കോടി റുപ്യ ഒരു വലിയ സംഭവമായിരുന്നു. അതിൻ്റെ ഉദ്ഘാടനം അന്ന് EPN വ്യവസായ മന്ത്രിയായപ്പോൾ ഉദ്ഘാടനം. ആ ഉദ്ഘാടന ദിവസം ഒരു പ്രായമുള്ള ഒരു സ്ത്രീ തൊഴിലാളി അവിടെ മാടായി കാവ് ഒരു കാവുണ്ട്, ആ കാവിൽ പോയി ഗണപതി ഹോമം കഴിച്ചു. എന്നിട്ട് ഈ ഗണപതി ഹോമം കഴിച്ചില്ല, ഗണപതി ഹോമത്തിൻ്റെ ഇതുണ്ടല്ലോ നിർവ്വഹണം നല്ല ടേസ്റ്റുള്ളതാണ്. ഇതെല്ലാവർക്കും കൊണ്ടു കൊടുക്കുന്നത്, നമുക്ക് കൊണ്ടുവന്ന് EP കൊണ്ടുവന്ന് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ EP ചോദിച്ചു, അല്ല എന്താ ഇതൊരു ഗണപതി ഹോമല്ലോ? അന്നേരം അവർ പറഞ്ഞെന്താ അറിയോ, ഈ ചെയർമാൻ്റെ ആയുസിന് വേണ്ടിയിട്ടാണ്. സത്യത്തിൽ ഞാൻ കരഞ്ഞു പോയ ദിവസമായിരുന്നു. ഒരു കമ്പനിയിലെ പിന്നെ ചെയർമാൻ ഒരു തൊഴിലാളി ആയുസ് നേർന്നിട്ട് ഇത് ജയരാജൻ എന്ത് ചെയ്തു, ഈ ഉദ്ഘാടനത്തിൽ പൊതു സ്റ്റേജിലൊക്കെ പ്രസംഗിക്കുകയും ചെയ്തു. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ, ഇന്നും പറയുമ്പോൾ എൻ്റെ കണ്ണിൽ വെള്ളം നിറയുന്ന ഒരു സംഭവം. അങ്ങനെയായിരുന്നു ആ വ്യവസായം. ഇന്നത് മെച്ചപ്പെട്ട വ്യവസായമാക്കി മാറ്റി. ഞാൻ എടുക്കാൻ തീരായിട്ടില്ല, തന്നു തന്നതാണ്. പിന്നെ അവർ പരിയാരം മെഡിക്കൽ കോളേജ്, പരിയാരം മെഡിക്കൽ കോളേജ് എങ്ങനെയാണ് അതിൻ്റെ ചെയർമാൻ ആയതെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. വേറെ ആരും അതിലില്ല ആവാൻ. പാർട്ടി സ്റ്റേറ്റ്മെൻ്റ് ആളുകളുണ്ട്, അവരേ ആവുള്ളൂ, ആരും ഇല്ല. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ അധികാരം നമ്മുടെ കയ്യിൽ വന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് വന്നത്. ആരും പാർട്ടി എനിക്ക് ഒരു ഉയർന്ന സ്ഥാനം നൽകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു സ്ഥാനം എനിക്ക് പാർട്ടി നൽകിയിട്ടില്ല. ചെറിയ ചെറിയൊക്കെ നൽകിയിട്ടുണ്ട്, ഇല്ല ഈ പറയുന്നതൊക്കെ നൽകിയിട്ടുണ്ട്. തടസ്സം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആരും ഒരു വ്യക്തി തടസ്സമാകുന്നതെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഏതൊക്കെ ഒരു വ്യക്തിയാണ് തടസ്സം നിന്നത്. ഞാൻ ആരുടെയും മുമ്പിൽ പോയി ഓച്ചാനിച്ചിരിക്കാറില്ല. അത് എൻ്റെ ഒരു ശീലമാണ്. അതിപ്പോഴും പാർട്ടിക്കാർ പറയും, ഞാൻ പറയാനുള്ളത് പറയും. അത് പിണറായി ആയാലും പറയും, ആരായിരുന്നാലും പറയാനുള്ളത് പറയും. ആരുടെടുത്തും ഞാൻ പോയിട്ട് ഇന്ന് ഓച്ചാനിച്ച് നിന്നിട്ടില്ല. പാർട്ടിക്കകത്ത് അത്ര ഒരു പ്രവണത വന്നിട്ടുണ്ട്. പോയി അവരുടെ മുമ്പ് പോയി നിൽക്കുക, ഓഫീസിൽ പോയിരിക്കുക, അവർ പറയുമ്പോഴിരിക്കുക, ഈ പറയുന്ന രീതിക്കാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ പ്രൊമോഷനായി പോവുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിനൊന്നും നിൽക്കുന്നൊരു കക്ഷിയല്ല. അതുകൊണ്ട് ഞാൻ അവഗണിക്കപ്പെട്ടെന്ന് കരുതുന്നവരാണ്. പക്ഷേ അത് എൻ്റെ ഒരു ദൗർബല്യമായിട്ട് പോരാവില്ല. അത് ഞാൻ അതിൽ ഞാൻ ഒട്ടും ഖേദിക്കുന്നുമില്ല. ഇന്ന് വരെ ഞാൻ ഒരാളെ മുമ്പിലും പോയിട്ട്, ഒരു നേതാവിൻ്റെ മുമ്പിലും പോയിട്ട് ഞാൻ യാചിക്കുകയോ യോച്ചാനിച്ച് നിൽക്കുകയോ അല്ലെങ്കിൽ ഇവരെ ചെയ്തിട്ടില്ല. അത് എൻ്റെ ജീവിതത്തിൽ രാഷ്ട്രീയത്തിൽ എനിക്ക് എതിരായി വന്നിട്ടുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസക്കാരനാണ്. പിന്നെ ഞാൻ നല്ല വിമർശനം പാർട്ടി നടത്തുകയും ചെയ്യാറുണ്ട്. ഈ വിമർശനം എനിക്ക് വലിയ അത്ര ഉണ്ടാക്കുക. അതല്ല എന്നോട് ചില എൻ്റെ സഹാക്കളുടെ പറയും, നിങ്ങളൊന്നും മിണ്ടാണെന്നാണ്, നിങ്ങളും പിന്നാണ് ഈ പറഞ്ഞിട്ട് ഇവരുടെ വിരോധം സമ്പാദിക്കുന്നത്. ഈ ഗോവിന്ദ മാഷൊക്കെ ഒരു കമ്മിറ്റിയിൽ ഞാൻ ശക്തിയായിട്ട് വിമർശിച്ചിട്ട് അത് സെക്രട്ടറിയേറ്റ് വരെ റിപ്പോർട്ട് ചെയ്ത അയാളുടെ പ്രസംഗത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രസംഗം ജനങ്ങൾക്ക് ഇഷ്ടമല്ല മാഷേ, അതല്ല പ്രസംഗം, അങ്ങനെയല്ല വേണ്ടത്. ജനങ്ങൾക്ക് ലളിതമായ രീതിയിൽ അതാത് കാലത്തെ രാഷ്ട്രീയ വ്യക്തത ഉണ്ടായി കൊടുക്കലാണ് പ്രസംഗം. നിങ്ങൾ ഈ തത്വജ്ഞാനം പോയി ജനങ്ങളോട് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? ഞാൻ മാഷമായിട്ട് വലിയ തർക്കമുണ്ടായിരുന്നു. മാഷ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞു നിങ്ങളുടെ നിലപാട് എൻ്റെ നിലപാട് ഞാനീ പറഞ്ഞത് എന്ന് പറഞ്ഞ് മാഷ ഞാൻ തർക്കമുണ്ടായിരുന്നു. ഇത് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ പോയിട്ടാണ് പറഞ്ഞു, സ്റ്റേറ്റ് സെക്രട്ടറിയിൽ പോയി മാഷ ഞാൻ എൻ്റെ നിലപാട് ജനങ്ങളെ പഠിപ്പിക്കണം, പ്രത്യശാസ്ത്രം ജനങ്ങളെ പഠിപ്പിക്കണം. ഞാൻ എന്ത് പ്രത്യശാസ്ത്രം, ഞാൻ വന്ന് പ്രത്യശാസ്ത്രം ആർക്കും അറിയൂ, ഇതാണ് അതിലില്ല. ഈ തർക്കം ഉണ്ടായിരുന്നു. ഇങ്ങനെ ചില കാര്യങ്ങൾ. അതുപോലെ തന്നെ ഞാൻ മാഷ പലരും വിമർശിക്കില്ല, എല്ലാവർക്കും അഭിപ്രായമുണ്ട്, പറയില്ല, പറഞ്ഞാൽ അവൻ്റെ സ്ഥാനം പോകും, അല്ലെങ്കിൽ ഇതുമാതിരി പ്രൊമോഷനൊന്നും കിട്ടില്ല. ഈ മാഷ് 2 തവണ MLA ആയി. ഒരു തവണ MLA ആകുമ്പോൾ ജില്ലാ സെക്രട്ടറിയാണ്. സ്വാഭാവികമായിട്ടും ഞങ്ങളൊരു രീതി വെച്ചിട്ടാണെങ്കിൽ CPMന് ഞങ്ങളെ CPM രീതി വെച്ചിട്ടാണെങ്കിൽ ജില്ലാ സെക്രട്ടറി MLA ആയാൽ ജില്ലാ സെക്രട്ടറി സ്ഥാനം രാജിവെക്കണം. മനസ്സിലായില്ല? ഇപ്പോൾ പഞ്ചായത്തിലേക്ക് ഒരാൾ മത്സരിക്കും, ലോക്കൽ സെക്രട്ടറി പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നു. ലോക്കൽ സെക്രട്ടറി പഞ്ചായത്തിലേക്ക് മത്സരിക്കണമെങ്കിൽ എന്ത് വേണം? ലോക്കൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കണം. അങ്ങനെ നിർബന്ധിച്ച പാർട്ടിയായത്, നമ്മൾ നടപ്പിലാക്കിയതാണ്. ഇപ്പോൾ എൻ്റെ നാട്ടിലെ ലോക്കൽ സെക്രട്ടറി രാജിവെച്ചിട്ടായിരുന്നു പഞ്ചായത്ത് ദിവസം ഉണ്ടായിരുന്നു, രാജിവെക്കണം. പക്ഷേ ഇയാൾക്ക് ഇതൊന്നും ബാധകമല്ല. ജില്ലാ സെക്രട്ടറി വേറെ ആളുണ്ടായിട്ടുണ്ട്, വേറെ ആളുണ്ട്. വി ജോയി ഉണ്ടായിട്ടുണ്ട്, പിന്നെ ഇവരുണ്ടായിരുന്നു, നമ്മൾ വാസവനുണ്ടായിരുന്നു, അങ്ങനെ പലരും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഇവർക്ക് ബാധകമല്ല. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ MLA ജില്ലാ സെക്രട്ടറി ആയാലും MLAയോട് നീതി വരുത്തും, ജനങ്ങളോട് നീതി വരുത്താൻ പറ്റുമോ? നിങ്ങൾ അതുകൊണ്ട് രാജിവെക്കാതൊന്നും ഞാൻ വിമർശിച്ചിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടറി ആയിട്ട് MLA ആയിട്ട് ഞാൻ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. ആരും വിമർശിക്കാൻ തയ്യാറാവില്ല, ആരും പറയാൻ തയ്യാറാവില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ വിരോധമല്ല എന്നോട് അദ്ദേഹത്തിന് ഉണ്ടാവുമെന്ന് കരുതുന്ന ആളാണ്. ഞാനും അയാൾ ഒന്നിച്ച് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചതാണ്. ഒരേ കമ്മിറ്റിയിൽ, തളിപ്പറമ്പ് ഒരേ കമ്മിറ്റിയിൽ, ഒരേ പ്രായക്കാരായ ഞങ്ങൾ, എന്നെക്കാളും 1-2 വയസ്സ് കുറവുണ്ടാകും മാഷക്ക്. പിന്നെ ഒന്നിച്ച് ഒരേ കമ്മിറ്റിയിൽ പ്രവർത്തനം ആരംഭിച്ചവരാണ് നമ്മൾ. അത്രയേറെ സൗഹൃദമുള്ളവരാണ് ഞങ്ങൾ. പക്ഷെ ഞങ്ങൾ ഈ രീതിയിൽ വിമർശനം വന്നപ്പോൾ, അയാൾ ഉയർന്ന സ്ഥാനത്തെത്തിയപ്പോൾ ചിലപ്പോൾ അയാൾക്ക് എന്നോട് വിരോധം വന്നിട്ടുണ്ടാവും.
കാരണം ഇന്നത്തെ കാലത്ത് പിന്നെ മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്ന് പറയുന്നതാണല്ലോ ഇഷ്ടം. അല്ലാതെ പറഞ്ഞാൽ അത് ഇഷ്ടാവില്ല. പാർട്ടിയിൽ താങ്കളുടെ വളർച്ചയ്ക്ക് ആരും തടസ്സമായില്ല എന്നിപ്പോൾ പറഞ്ഞു. പക്ഷെ താങ്കളെ അനുകൂലിച്ച് ചില ആൾക്കാരുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, താങ്കളെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ മനസ്സുകൊണ്ടെങ്കിലും വലിയ അനുകൂലമായ നിലപാടെടുത്ത 1-2 നേതാക്കളുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇ പി ജയരാജനെ പോലെ. ഇ പി ജയരാജനൊക്കെ താങ്കൾ മത്സരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്ത് തരം സപ്പോർട്ടാണ് തന്നത്? അല്ല, എനിക്കൊരു സപ്പോർട്ട് ഇ പി ചെയ്തിട്ടില്ല. ഞാൻ പിന്നെ മത്സരിക്കുന്നതിന് ഇ പി യോജിപ്പായിരുന്നില്ല. ഇ പിക്ക് ഒരു സപ്പോർട്ടും ചെയ്തിട്ടില്ല. പക്ഷേ ഇ പിക്ക് ഈ പാർട്ടിയിൽ കുറേ അസംതൃപ്തിയുണ്ട്, അതുണ്ട്. പക്ഷേ ഇ പി എനിക്കൊരു സപ്പോർട്ടും, ഒരു നേതാവും എനിക്കൊരു സപ്പോർട്ട് ചെയ്തിട്ടില്ല. ജനങ്ങളെ തന്നിട്ടില്ല, പാർട്ടി അണികൾ എനിക്ക് സപ്പോർട്ട് ചെയ്തു, ഒരു നേതാവ് സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇ പിക്ക് എന്ത് അസംതൃപ്തിയുള്ളത് പാർട്ടിയിൽ? അത് പല കാരണം ഉണ്ടാവും, പലതും ഉണ്ടാവും. ഇപ്പം ഞാൻ അദ്ദേഹം പലതും ഉണ്ടാവാം. അദ്ദേഹം അസംതൃപ്തനാണെന്നുള്ള കാര്യം സംശയമില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണോ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തു വരുമെന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാർത്തകൾ വരുന്നത്? പുറത്തൊന്നും പോകാൻ സാധ്യതയില്ല. പക്ഷേ ഈ അസംതൃപ്തി കൊണ്ടാണ് നീ മാത്രമേ ഉള്ളൂ. ഈ പ്രകാശ് ജാവേദ്കറൊക്കെ കണ്ടത് എന്താ തോന്നുന്നത്? എനിക്കതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. എന്താ കാരണം വെച്ചാൽ അത് എന്തായാലും വെറുതെ ഒന്നും ഒരു കേന്ദ്രത്തിലെ ഒരു വലിയ നേതാവ് പോയിട്ട് മറ്റൊരു നേതാവിൻ്റെ അടുത്ത് വെറുതെ ഒന്ന് പോയി കയറുന്നു ജനങ്ങളോട് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം ജനങ്ങൾ കുട്ടികളാണ്. അത് എന്താ, പക്ഷെ ഞാനതിൽ പിന്നെ എങ്ങനെയാണെന്ന് കരുതുന്നില്ല, എനിക്കതിൽ വിശ്വാസമില്ല. പക്ഷെ ജനം അത് സംശയത്തോട് തന്നെയാണ് നോക്കുക. ഓ, ഇ പി ഞങ്ങൾ ബന്ധുക്കളാണ്, കുടുംബ ബന്ധുക്കളാണ്. അത് ഞങ്ങൾ എപ്പോഴും സംസാരിക്കില്ല. ഇതാ അത് അദ്ദേഹം ഇങ്ങനെ ഒന്ന് കണ്ടു. സ്വാഭാവികമായിട്ടും എൻ്റെ വീട്ടിലൊരു കോൺഗ്രസ് നേതാവല്ലേ ബി ജെ പി നേതാവ് വന്നാൽ ഇപ്പം ഞാനും സി കെ പത്മനാഭൻ ഞങ്ങൾ അടുത്ത ബന്ധുക്കളാണ്, അടുത്ത് പരിചയക്കാരാണ്, എൻ്റെ വീട്ടിൽ വരുന്ന കക്ഷിയാണ്. അതുപോലെ തന്നെ പിന്നെ വത്സൻ തില്ലങ്കേരി വളരെ അടുപ്പമുള്ളവരാണ്. അവരൊക്കെ വന്നാൽ ഞങ്ങൾ കാണുകയൊക്കെ ചെയ്യുന്നു. അതുകൊണ്ടൊന്നും ഒരു ഇത് വരാൻ വേണ്ടി പോകുന്നില്ലല്ലോ. പക്ഷെ അങ്ങനെ മാത്രമാണ് ഈ ജാവദേക്കർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഏത് നാട്ടുകാരനാണ് അങ്ങനെ വന്നാൽ അതിലെന്തെങ്കിലും ദുരൂഹത ഉണ്ടാവും. അതിലെന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ ബി ജെ പി കുറേ ആളുകളെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ വ്യാമോഹം ബി ജെ പിക്ക് ഉണ്ടാവും. അല്ലാതെ ഇ പി പോകുന്നൊന്നും പറയാൻ വേണ്ടി കഴിയില്ല. പക്ഷേ ഈ ബി ജെ പിക്ക് അങ്ങനെ വ്യാമോഹം വന്നിട്ടുണ്ടോ എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. ഇ പിക്ക് വേണ്ടി തന്നെയാണോ പ്രകാശ് ജാവദേക്കറിനെ കണ്ടത്? അല്ല, അവർ ഒരു ഘട്ടത്തിൽ ഇയാളെ പിടിക്കാൻ നടക്കുന്നൊരു ഘട്ടം ഉണ്ടായിരുന്നു. സി പി എം മറ്റു പാർട്ടിയിൽ നല്ല ആളെ പിടിച്ചിട്ട് കേരളത്തിൽ ഒരു ഓപ്പറേഷൻ അവർ ആലോചിച്ചിരുന്നു. അങ്ങനെ കുറേ ആളുകൾ കാണുകയും ചില ആളുകൾക്ക് അതിൽ പെടുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് അങ്ങനെ ഒരു വ്യാപകം വന്നിട്ട് ഈ അസംതൃപ്തിന് പോയിട്ടൊന്ന് കണ്ടാലൊന്ന് കിട്ടുന്ന വ്യാപകം വന്നിട്ട് അങ്ങനെയൊന്നും കണ്ടിട്ട് പോകുന്ന ഒരാളല്ല ഇ പി. അത് അവരൊരു വ്യാപകം മാത്രമായിരുന്നു. നല്ല ബന്ധമുണ്ടായിരുന്നു, വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഈ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം പലരും പറയണ്ടായി കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു, തളിപ്പറമ്പും പയ്യന്നൂരും ഒന്നും സംഭവിക്കില്ലായിരുന്നു എന്ന്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണോ? തീർച്ചയായിട്ടും കോടിയേരി ഉണ്ടെങ്കിൽ ഇന്ന് ഈ തളിപ്പറമ്പും ഉണ്ടാവില്ല, പയ്യന്നൂരും ഉണ്ടാവില്ല, ആലപ്പുഴയും ഉണ്ടാവില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ പാർട്ടിക്കകത്ത് എന്തെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നമോ അസംതൃപ്തിയോ ഉണ്ട് എന്ന് കേട്ടാൽ അത് പരിഹരിക്കാൻ ചില സംഘടനാ രീതിയുണ്ട്, അതിന് ചില രീതിയുണ്ട്. അത് കോടിയേരിക്ക് നന്നായിട്ട് ഉപയോഗിക്കും. മാത്രമല്ല കോടിയേരി വന്നെന്ന് കണ്ടിട്ട് ഞങ്ങൾ അത്രയും ബന്ധമാണല്ലോ, മാഷെ ഇങ്ങനെയൊന്നും ആലോചിച്ച് പോകരുതേ എന്നൊക്കെ ഒരു വർത്താനം ചിരിച്ചുകൊണ്ട് പറഞ്ഞ് നമ്മൾ പുറത്തെല്ലാം തട്ടി നമ്മൾ കയ്യെല്ലാം പിടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മനുഷ്യനാണല്ലോ, നമ്മളെല്ലാം നേരത്തിൻ്റെ വഴിപ്പെട്ടു പോകും. അതുകൊണ്ടാണ് കോടിയേരി ഉണ്ടായത്. ഇത് അങ്ങനെയൊന്നുമില്ലല്ലോ, ഇത് ധിക്കാരത്തിൻ്റെ ഭാഷയല്ലേ. ആ മാഷ് പോയാൽ പോയിക്കോട്ടെ, അല്ലെങ്കിൽ മാഷക്ക് വോട്ട് ഒരുത്തം വന്ന് പ്രസംഗിച്ച അങ്ങനെയല്ലേ, മാഷക്ക് വോട്ടൊന്നും കിട്ടില്ല എന്ന് പ്രസംഗിച്ച് പോയ നേതാക്കന്മാരിലുണ്ട്. ജനങ്ങളെ അറിയാത്ത നേതാക്കന്മാരാണ് അവരോട് പറഞ്ഞിട്ട്. കോടിയേരി അങ്ങനെയല്ല, അത് മരിച്ച ഒരാളായത് പറയുന്നതല്ല. നിങ്ങൾക്കെല്ലാവരും അറിയാമല്ലോ കോടിയേരി മുഖത്ത് നോക്കിയാൽ തന്നെ നമ്മളെല്ലാം പ്രശ്നം ഒരു പരിഹരിക്കും. ഇവിടെ അങ്ങനെ ചിരിച്ചൊരു മുഖമുള്ള മനുഷ്യനാണല്ലോ കോടിയേരി. അമ്പലപ്പുഴയും സംഭവിക്കില്ല എന്ന് പറയുന്നത് മേ ബി ശരിയായിരിക്കും. പക്ഷെ പയ്യന്നൂരിലെ വിഷയം ആദ്യം റേസ് ചെയ്യുന്നത് തന്നെ കോടിയേരിയുടെ മുന്നിലാണ്. കോടിയേരി അത് പരിഹരിക്കാഞ്ഞിട്ടാണ് അത് ഇത്രയും ഇങ്ങനെ നീണ്ടുപോവുകയും വഷളാവുകയും ചെയ്തത്. അതെ, അത് കോടിയേരി പരിഹരിക്കാനില്ല. കോടിയേരി അത് പരിഹരിക്കാൻ കോടിയേരിക്ക് സമയം ഉണ്ടായില്ല എന്നുള്ളതാണ്. കാരണം അപ്പോഴേക്ക് രോഗവും പ്രയാസങ്ങളും വന്നു. ഇല്ലെങ്കിൽ അത് എന്നിട്ടും കോടിയേരി അവിടെ വന്ന് ജില്ലാ കമ്മിറ്റിയും ആ ഏരിയ കമ്മിറ്റിയൊക്കെ കോടിയേരി മീറ്റ് ചെയ്തിന്. പക്ഷേ അതിൻ്റെ തുടർ പ്രവർത്തനം നടത്താൻ അവൾ കോടിയേരി വീക്കായി. കോടിയേരിയുടെ വീട് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ഓ, അപ്പോൾ പലരും പറഞ്ഞ അത് താങ്കളോടൊരു മോറൽ സപ്പോർട്ട് ആ കുടുംബത്തിലുണ്ട്, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ആ കുടുംബത്തിൽ എന്തെങ്കിലും പാർട്ടിയോട് അസംതൃപ്തി ഉള്ളതായിട്ട്? ആ കുടുംബത്തിന് പാർട്ടിൻ്റെ അതൃപ്തിയുണ്ട്. കുടുംബത്തിനൊരു പ്രശ്നമുണ്ട്, അത് വിഷമമുണ്ടായിട്ടുണ്ട്. അതൃപ്തി എന്ന് പറയാൻ പറ്റിയൊരു വിഷമമുണ്ടായിട്ടുണ്ട്. ആ വിഷമം എന്താണെന്ന് വിചാരിച്ചാൽ കോടിയേരിൻ്റെ മൃതദേഹം മദ്രാസിൽ നിന്ന് കൊണ്ടുവരുമ്പം ആദ്യം ആലോചിച്ചിരുന്നത് തിരുവനന്തപുരത്ത് പൊതുദർശനത്തിന് വെക്കുക,
പിന്നെ കോടിയേരി അത്രയും അറിയപ്പെടുന്ന ആളാണല്ലോ, പല ജില്ലാ ആസ്ഥാനത്തും പ്രദേശത്ത് വെച്ച് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ആദ്യം ഒരു ആലോചനയിൽ വന്നത്. കോടിയേരിൻ്റെ കുടുംബം ആഗ്രഹിച്ചത് അങ്ങനെയായിരുന്നു. പക്ഷേ അത് വേണ്ട, നേരെ കണ്ണൂരേക്ക് കൊണ്ടുവന്നാൽ മതി എന്ന് തീരുമാനിക്കപ്പെട്ടു. ആ തീരുമാനിച്ചതിൻ്റെ പിന്നിൽ അവർ ധരിക്കുന്നത് ആരാണെന്ന് എനിക്കറിയില്ല, അവർ പറയാനെങ്കിലും. പക്ഷെ ആ തീരുമാനം പാർട്ടി എടുത്തു. ആരായിരുന്നാലും പാർട്ടി പാർട്ടിയുടെ മുതിർന്ന നേതാവാണ്. അപ്പോൾ താങ്കൾക്ക് അറിയായിരിക്കുമല്ലോ ആരാ തീരുമാനം എടുത്തത്. അല്ല, അത് പിന്നെ അത് പാർട്ടി സാധാരണയായിട്ടൊരു പാർട്ടി സെക്രട്ടറി പിന്നെ ഈ ഫ്യൂണറൽ എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുമ്പോൾ പാർട്ടി സെക്രട്ടേറിയറ്റ് സംവിധാനം അവരെല്ലാം കൂടി ആലോചിച്ചിട്ടുണ്ടാവുന്നല്ലേ കരുതേണ്ടത്. അതിൽ അതൃപ്തിയുണ്ട്. അല്ല, ഞങ്ങളൊക്കെ എങ്ങനെയാണ് കരുതുന്നത്, താങ്കൾക്ക് അറിയായിരിക്കുമല്ലോ തീരുമാനിച്ചത്. അല്ല, ഒരു വ്യക്തി ഇതായിരിക്കില്ല, ഒരു വ്യക്തിയല്ലോ അതിങ്ങനെ ചെയ്യാറ്. അവരന്നേരം തന്നെ ചിലപ്പോൾ ഒരു വെച്ച് എങ്ങനെ ആയിരിക്കണം ഫ്യൂണറൽ നടത്തേണ്ടതെന്ന് ആ സെക്രട്ടേറിയറ്റ് ആലോചിക്കുമല്ലോ. അങ്ങനെ ആ പാർട്ടി സെക്രട്ടേറിയറ്റ് ആലോചിച്ചിട്ടില്ലേ പറയാം. അതിൽ ചില ആൾ പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചിട്ടുണ്ടാവും. അത് അവർക്ക് വലിയ അതൃപ്തി ഉണ്ടായിട്ടുണ്ട്, വലിയ അസംതൃപ്തി ആ കാര്യത്തിൽ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. ആ വിഷമം അവരെ നയിച്ചിട്ടുണ്ട് വല്ലാണ്ട്. അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് അവർക്ക് പാർട്ടിക്കെതിരായിട്ടുള്ള നിലപാടൊന്നും അവരെ ഭാഗത്തുനിന്നില്ല. ഇപ്പോൾ പിന്നെ ആ പയ്യനാണെങ്കിൽ മറ്റു പല പക്ഷേ പാർട്ടീൻ്റെ ഏത് സ്ട്രഗിളിൻ്റെ മുമ്പിലും നിൽക്കുന്ന ഒരുത്തനാണ് കോടിയേരിൻ്റെ പയ്യൻ. എത്രയോ കേസിൽ പിന്നെ പെട്ടിട്ട് കിടക്കുന്നവനാണ്. അടിയും പിടിയും പോലീസിൻ്റെ എല്ലാം എല്ലാവരും മുമ്പിൽ നിൽക്കുന്ന ഒരുത്തനാണ്. അതുകൊണ്ട് പാർട്ടിക്കെതിരായിട്ടുള്ള നിലപാടൊന്നും അവർക്കില്ല. പക്ഷേ ഞാൻ അവിടെ സന്ദർശിച്ചു എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, കുടുംബപരമായിട്ട് ഞങ്ങൾ വളരെ അടുത്ത് ബന്ധമല്ല. അവരെ മകൻ പിന്നെ മക്കളൊക്കെ ചില തരികിടില്ലായിരുന്നു ആദ്യം. അതൊക്കെ ഇപ്പോൾ കോടിയേരിനെ വല്ലാണ്ട് വിഷമിപ്പിച്ചിട്ടുണ്ട്. അവസാനം ഒരു ഘട്ടത്തിലാണ് കോടിയേരി എന്നോട് തന്നെ പറഞ്ഞു, പിന്നെ നമുക്ക് വിദേശത്തേക്ക് അയക്കണം. അപ്പോൾ അവനൊരു ഹിന്ദിയൊക്കെ വരുന്നുണ്ട്. ഡൽഹിയിൽ എൻ്റെ മരുമകൻ താമസിക്കുന്നുണ്ട്. അവൻ്റെ അടുത്ത് താമസിപ്പിച്ച് എൻ്റെ മകനും ഉണ്ട്. അവിടെ താമസിച്ച് ഹിന്ദിയെല്ലാം പഠിച്ചിട്ട് അവനെ എവിടത്തേക്ക് അയക്കുന്നത്, വിദേശത്തേക്ക് അയക്കുന്നത്. ഇപ്പം മോശമല്ല തന്നെ. ഓരോ കാലത്ത് ചെറുപ്പക്കാർക്ക് ഓരോ സ്വഭാവം ഉണ്ട്. അതിലൊരു ഘട്ടത്തിൽ വരുന്ന പിന്നീട് ഇപ്പം അവരൊക്കെ നല്ല നിലയിൽ നല്ല സ്വഭാവത്തിൽ കഴിഞ്ഞു കൂടുന്ന കുട്ടികളാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ അങ്ങനെയുള്ള കുടുംബ ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. മനസ്സിലായില്ല, അത്രയും കുടുംബ ബന്ധം ഞങ്ങൾ കോടമ്പേരിയും കുടുംബമുണ്ട്. ആ ബന്ധം വെച്ചിട്ട് നമ്മൾ ഇത്രയും പേര് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ആ വീട് സന്ദർശിച്ചത്. അത് ഇതല്ലെങ്കിലും സന്ദർശിക്കാറുണ്ട്. ഞാൻ കഴിഞ്ഞ ചരമ ദിനത്തിന് എനിക്ക് പോകാൻ വേണ്ടി പറ്റിയിട്ടില്ല. മറ്റെല്ലാ ചരമദിനത്തിനും ഞാൻ അവിടെ പോകാറുണ്ട്. അപ്പോൾ അതിനൊക്കെ അല്ലെങ്കിലും ആ കുടുംബത്തിൽ പോകാറുണ്ട്, കാണാറുണ്ട്. ആ കുട്ടികൾക്ക് എന്നോട് വലിയ സ്നേഹമാണ്, അവർക്ക് തിരിച്ചെനക്കും അതെ. അപ്പോൾ ആ നിലയിലുള്ള ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. വർഗവഞ്ചകൻ നിന്ന് മറ്റുള്ളവരൊക്കെ വിളിച്ചപ്പോൾ കോടിയേരിയുടെ ഭാര്യ പറഞ്ഞത് അവരങ്ങനെ കരുതുന്നില്ല എന്നാണ്. അതെ, അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ലേ? അല്ല, അങ്ങനെ അവരങ്ങനെ വിശ്വസിക്കുന്നില്ല. ഞാനും വർഗവഞ്ചകനാണെന്ന് എന്നെ പറഞ്ഞാൽ ഞാൻ എന്ത് വർഗവഞ്ചനയാണ് ചെയ്തിരുന്നത് അവരെ പറയുന്നതില്ലല്ലോ. മാഷ് എന്താ എന്ത് വർഗവഞ്ചനയാണ് എന്നല്ല അവരും ചിന്തിക്കുന്നുണ്ടാവും. ഞാനും അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, പാർട്ടിയിലുള്ള പലരും അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. മാഷൊരു വർഗവഞ്ചകനല്ല, അങ്ങനെ കൂട്ടുണ്ടോ? വർഗവഞ്ചകനല്ലാന്ന് അവർ ചിന്തിച്ച പോലെ തന്നെ പാർട്ടിയിലെ അണികളും ചിന്തിക്കുന്നുണ്ട്, പാർട്ടിയിലെ റാങ്ക്സിലുള്ള ആളുകളും ചിന്തിക്കുന്നുണ്ട്. എന്നാ എന്തു വകയിലെ വർഗവഞ്ചകൻ എന്ന് പറയാം? എന്താ വർഗവഞ്ചന? ഞാനത് പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ വർഗവഞ്ചന നടത്തി ഗോവിന്ദ മാഷാണ്. കാരണം എന്താ വെച്ചാൽ പാർട്ടി തീരുമാനമില്ലാതെ ഒരു സ്ഥാനാർത്ഥിയെ അടിച്ചേൽപ്പിക്കുക, പാർട്ടി തീരുമാനമില്ലാതെ ഒരു കാര്യം അടിച്ചേൽപ്പിക്കുന്ന വർഗവഞ്ചന. അത് അവിടെ അവരാ ചെയ്തിട്ടുള്ളത്, ഞാനല്ല. ഞാൻ തന്നെ അതിനെ എതിർത്തത് വർഗവഞ്ചകനാകാൻ പറ്റുമോ? പിന്നെ പാർലമെൻറ്റ് വ്യാമോഹിക്കുന്ന എന്നോട് പറഞ്ഞു, സ്ഥാനമാവെന്നൊക്കെ പറഞ്ഞു. വേറെ ഒന്നും അധികമൊന്നും പറഞ്ഞിട്ടില്ല. ഇതാണ് പറഞ്ഞത്. തിരിച്ച് ആൾ അന്നേരം ചോദിച്ചിട്ടുണ്ടല്ലോ, ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. 3 തവണ MLA ആയ ആൾ 4ാം തവണയാകുമ്പോൾ എൻ്റെ ഭാര്യ ആയിരിക്കണം MLA അവിടെ വരേണ്ടത് എന്ന് ചിന്തിക്കുന്നതാണോ പാർലമെൻ്ററി വ്യാമോഹം? അല്ല, അത് ശരിയല്ല എന്ന് പറഞ്ഞതാണോ പാർലമെൻ്ററി വ്യാമോഹം? ഈ ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. 5 തവണ മത്സരിച്ച് പിന്നെയും മത്സരിക്കുന്നതാണോ പാർലമെൻ്ററി വ്യാമോഹം? ഞാനല്ല എൻ്റെ ഭാര്യ MLA ആവണം, മന്ത്രി ആവണമെന്ന് ചിന്തിക്കുന്നതാണോ പാർലമെൻ്ററി വ്യാമോഹം? ഇതൊന്നും ഇല്ലാതെ ഒരു കാലം 10 കൊല്ലം കഴിഞ്ഞ ഞാൻ ഇപ്പോൾ ഒരു മത്സരരംഗത്ത് ഇതാ പാർലമെൻ്ററി വ്യാമോഹം? ആ ചോദ്യത്തിന് ജനങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, ആ ചോദ്യം ജനങ്ങളും ചോദിച്ചിട്ടുണ്ട്.